ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പോൾ മക്കളെ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുണ്ട്. ഞാനിന്ന് ജോലിക്ക് പോകണില്ല കേട്ടോ. അപ്പോൾ എല്ലാം കുറച്ച് പയ്യെ ചെയ്താൽ അതിലൊന്ന് എത്തിയാണ്. അപ്പോൾ അതേ മക്കൾ രാവിലെ ചായ കുടിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഇഡ്ഡലി സാമ്പാർ വന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ജോലിക്ക് പോണ ദിവസമാണെങ്കിൽ ഇങ്ങനെ പാത്രങ്ങളൊന്നും കിടക്കില്ല കേട്ടോ. എന്ത് പാത്രം ഇപ്പോൾ ഇത് ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രമാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കൈയോടെ തന്നെ കഴുകി വയ്ക്കും. ജോലിയുള്ള ദിവസമാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് നടക്കും കേട്ടോ. വീട്ടിലിരിക്കുന്ന ദിവസമാണ് ഒക്കെ ഇങ്ങനെ സ്ലോവിലേ പോണത്. പിന്നെ സ്ലാവിൻ്റെ മുകളിൽ എനിക്ക് അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഇരിക്കുന്നതോട് വലിയ താല്പര്യമില്ല കേട്ടോ. പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ട്രേയിലിട്ട് വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ ട്രേ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കാമെന്ന് കരുതിയാൽ. പുറത്ത് മഴക്കാരുണ്ട്, ചെറിയൊരു വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ മഴ പെയ്യുകയാണെങ്കിൽ അതെടുത്ത് അകത്തേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ചെറിയൊരു വെയിൽ കൊണ്ട് അതൊക്കെ ഒന്ന് ഡ്രൈ ആവട്ടെ എന്ന് കരുതിയാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നിട്ട് ജസ്റ്റ് ആ സ്ലാവൊക്കെ ഒന്ന് തൂത്തിടാം കേട്ടോ. അപ്പം ഞാൻ വേറെ ലിക്വിഡൊന്നും ഉപയോഗിക്കണില്ല, ജസ്റ്റ് ഒരു റീയൂസബിൾ ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് അതൊന്ന് തുടച്ചിടണോളൂ കേട്ടോ. അതിനുശേഷം ഒരു ഡ്രൈ ആയ ടിഷ്യൂ ഉപയോഗിച്ച് ഞാൻ ഒന്നുകൂടി അതിൻ്റെ മീതെ തുടച്ചൊന്ന് ഡ്രൈ ആക്കിയിടുന്നു സ്ലാവൊക്കെ. തുടച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ രീതിയിലുണ്ട്. പിന്നെ ഈ ടിഷ്യൂ ഒക്കെ ഇന്ന് വൈകുന്നേരം കൊണ്ട് എൻ്റെ അടുത്ത് കടികളെ കേട്ടോ, അതൊക്കെ ചീത്തയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വന്ന് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ പോണതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നറും പിന്നെ മക്കളുടെ യൂണിഫോമൊക്കെ അലക്കലും ഇട്ട് അലക്കിയെടുക്കും കേട്ടോ. നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കും. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഞാൻ രാവിലെ ഇട്ടുകൊണ്ടാണ് പോയത്. പിന്നെ ഇന്നർ കുറച്ച് അലക്കാനുള്ളത് അലക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ യൂണിഫോമൊക്കെ രാവിലെയാണ് കൊണ്ടുവന്നിട്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം രാവിലെ തന്നെ കഴുകിയെടുക്കാമെന്ന് കരുതിയാണ്. ഇപ്പോൾ മക്കളുടെ പോക്കറ്റൊക്കെ ഒന്ന് തപ്പി വെക്കണം കേട്ടോ. പ്രൈവറ്റ് ബസ്സിന് പോണതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തേക്കണ ST പൈസയൊക്കെ ചിലപ്പോൾ പോക്കറ്റിലുണ്ടാവും, ചിലപ്പോൾ അവൻ ലിഫ്റ്റ് അടിച്ച് വരും. അപ്പോൾ അതൊക്കെ ഉണ്ടോ ഒന്ന് തപ്പി വെക്കണമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അലക്കലും ഇരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാമെന്ന് കരുതിയാണ്. എല്ലാ ദിവസവും തുടയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്ക് എല്ലാ ദിവസവും അടിച്ച് തുടച്ചിടാനൊന്നും പറ്റാറില്ല കേട്ടോ. അടിക്കൽ തന്നെ ചിലപ്പോൾ ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ എനിക്ക് പറ്റാറുള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ ഒന്ന് ഓടിച്ച് തുടയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അടിച്ച് വന്ന് മോൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ്റെ മുറി കിടക്കുന്ന കോലമാണ് ഈ കാണുന്നത്. എൻ്റെ സ്റ്റഡി ടേബിളും എന്തൊക്കെ കിടക്കണമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. പിന്നെ ഇവിടെ അവൻ കിടക്കാറില്ല കേട്ടോ, പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂമാണ് ഈ റൂം. ഈ കട്ടിൽമേണ് മുകളിൽ നിന്ന് ഉണങ്ങിയ തുണികളെല്ലാം കൂടി ഞാൻ കൊണ്ടുവന്നിടുന്നത് കേട്ടോ. അപ്പോൾ അവരവരുടെ തുണികളൊക്കെ എടുത്തുകൊണ്ട് കൊള്ളാം. അപ്പോൾ മോളും ഞാൻ എൻ്റേതായ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടും അവൻ്റെ കാര്യങ്ങൾ മാത്രം അവിടെ കിടക്കും. അത് 1-2 ദിവസം ഒരു ഒച്ചപ്പാടുണ്ടാക്കിയാൽ മാത്രം അവനത് എടുത്ത് വയ്ക്കുള്ളൂ കേട്ടോ. ഞാനതൊന്നും എടുത്ത് വയ്ക്കാൻ പാടില്ല, കാരണം ഇത്രയായ പിള്ളേരല്ലേ, ഇവ കാര്യങ്ങളൊക്കെ ഇനി അവർ തന്നെ ചെയ്യട്ടെ എന്നായിരുന്നു. ഞാൻ എന്തായാലും ഇന്നിപ്പോൾ സ്റ്റഡി ടേബിളൊന്നും മെനയാക്കി കൊടുക്കാമെന്ന് കരുതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവനോട് ഒച്ചപ്പാടെടുത്താണ്. അവൻ എത്രയൊക്കെ ക്ലീൻ ആക്കിയാലും അത് അത്ര ശരിയാവുമില്ല കേട്ടോ. പിന്നെ എന്തായാലും എനിക്ക് സമയമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി. അതിൻ്റെ അകത്ത് എന്തെന്നൊക്കെ ഇരിക്കണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്താണ്ട് കാന്തവും പിന്നെ സ്കെച്ച് പെന്നും ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളാട്ടോ കുറേയൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇതൊന്നും എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ എനിക്ക് കിടക്കപ്പുറത്ത് അറിയില്ല. അതായത് ഞാനൊന്നും കളയാനൊന്നും പോയിട്ടില്ല, തീരെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഓരോ കള്ളിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാണ്ട. ഇത് മരത്തിൻ്റെയാണ്, ശരിക്കും നനച്ച് തുടക്കിയിരുന്നാണ് പറയണത്. എന്നാലും ഒന്ന് കളറ് മഷിയൊക്കെ ആയിട്ടുണ്ടെന്നേ, അപ്പോൾ അതൊന്ന് ക്ലീൻ ആവണമെങ്കിൽ ചെറിയ എന്തെങ്കിലും നനവ് ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഞാൻ തൂത്തെടുക്കുകയാണ്. പിന്നെ ഞാൻ ആ ഒരു താഴത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് അടക്കി പറക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനത് അടക്കി പറക്കുമ്പോൾ എത്ര റബ്ബറാണ് എനിക്ക് കിട്ടണമെന്ന് അറിയാൻ വന്നിട്ട് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങും ഞങ്ങളും കൂടി റബ്ബറില്ല പേനയില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ 2 വേസ്റ്റ് പിന്നെ ഇവിടെ ഇരിപ്പുണ്ട്, എന്നാലും അവനുള്ള വേസ്റ്റൊക്കെ അവിടെ തന്നെ. ഇത് ടൈം ടേബിൾ എഴുതി വെച്ചേക്കുന്നുണ്ട്. ആ ടൈം ടേബിളും വരെ പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവൻ പൗഡർ ഇന്നേ വരെ ഞാൻ മുഖത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ടൈം ടേബിളും ബുക്കുമൊക്കെ എടുത്ത് വെച്ചേക്കണത് എനിക്കറിയാൻ പാടില്ല. ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ. ഇതിൻ്റെ ഈ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് നമ്മുടെ അടുക്കളയുണ്ടോ. ഈ റൂമിൽ ഞാൻ ഇവൻ്റെ പഠിക്കാനിരുത്തണതിൻ്റെ മെയിൻ കാരണം ഇവനിവിടെ പഠിക്കണമെന്ന് എനിക്കറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അടുക്കളയിൽ എൻ്റെ പണി നടക്കും, ഇവനിവിടെ വായിക്കണമെന്ന് എനിക്ക് ശ്രദ്ധിക്കാനും പറ്റും കേട്ടോ. ഇവൻ സെപ്പറേറ്റ് ഇപ്പോൾ എൻ്റെ കൺവെട്ടത്തല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ആ വെറുതെ ബുക്കും പിടിച്ചുകൊണ്ടിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 10 പഠിക്കുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല. ഇപ്പോഴത്തെ പ്രായം അതാണേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ റൂമൊന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. ഇപ്പോൾ ഇവർ നമ്മളെന്തോരം തല്ലിയാലും വഴക്ക് പറഞ്ഞാലും ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. തല്ല് കൊടുത്താലും എന്തോരം വേണമെങ്കിലും തല്ലിക്കോന്നും പറഞ്ഞ് വന്ന് നിൽക്കത്തുള്ളൂ. അവനോട് സ്നേഹത്തിൽ ഇവനെ ഇമോഷണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നറിയില്ലേ, ഇമോഷണൽ പിടിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങൾ നടത്താണ്ട് ഇപ്പോൾ ചെയ്യണത് മൊത്തം. സെൻറ്റിയൊക്കെ അടിച്ച് കുറേയൊക്കെ സങ്കടപ്പെട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പം ഇവൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി കിടക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ പഠിക്കില്ലെന്നേ, പഠിക്കാൻ പറഞ്ഞ് എന്തോ വലിയ അപരാധം പറഞ്ഞ മാതിരിയാണ്.
അല്ല ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മാതാപിതാക്കളൊന്നും എന്തോരം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴൊക്കെയാണ് നമുക്കത് മനസ്സിലാവണേ കേട്ടോ. ആൺപിള്ളേരെ വളർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിപ്പോഴാട്ടോ അത് ശരിക്കും അറിയണത്. എൻ്റെ അപ്പച്ചനൊക്കെ അനിയനുണ്ടായ പിന്നെ പറഞ്ഞ ഓരോ കാര്യങ്ങളിങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇപ്പോൾ ഈ കൊല്ലമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് വന്നേക്കണത് കേട്ടോ. ട്യൂഷന് പോകണ ബാഗ് കൊണ്ടുവന്നിട്ട് ആ സെറ്റിമ ഇട്ടേക്കാറുണ്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാണ്. അല്ല പരീക്ഷ പേപ്പറൊക്കെ ഇരിപ്പുണ്ടോ എന്ന് നോക്കാനാണ്. ചിലപ്പോൾ അതൊന്നും പറയാണ്ട് ചിലപ്പോൾ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു നനഞ്ഞ കോട്ട തന്നെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. മഴ നനഞ്ഞിട്ട് അതേപാടെ തന്നെ കയറ്റിയ ബാഗിൽ വെച്ചേക്കാറുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ കൊണ്ടുപോയി ഒന്ന് വെയിലത്തിട്ടു കേട്ടോ. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം മക്കൾക്കും തീരെ സമയമില്ല കേട്ടോ. അപ്പോൾ അവൻ 10ൽ പഠിക്കുന്നതുകൊണ്ട് രാവിലെ 5 മണിയാകുമ്പോൾ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേക്കും ട്യൂഷന് പോകണം. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് അവൻ 8 മണിക്കാണ്. 8:30 ആകുമ്പോഴേക്കും അവൻ്റെ സ്കൂളിൽ ചെല്ലണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ ചായ കുടിച്ച് യൂണിഫോം ഇട്ടിട്ട് ഞാൻ വേണം ഇവനെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കാനായിട്ട്. പിന്നെ സ്കൂളിലെ സ്പെഷ്യൽ ക്ലാസ്സും കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുമ്പോഴേക്കും 5:30 മണിയാവും. വീട്ടിൽ വന്നാലും ഉണ്ടാവും ഒരു ചുമട് പഠിക്കാനായിട്ട്. നമ്മളാണെങ്കിൽ ഫുൾ ടൈം അവൻ്റെ അടുത്തിരുന്ന് പഠിക്കുക. 1 മണിക്കൂറെങ്ങാനും അവൻ ഫുട്ബോൾ കളിക്കാൻ എന്തെങ്കിലും കാര്യത്തിനൊന്ന് പുറത്ത് പോയാലായി. പിന്നെ ഫുൾ ടൈം ഈ ബുക്കിൻ്റെ മുമ്പിലാണ്. 9 മണി 9:30 ആകുമ്പോഴേക്കും ബുക്കിന് മുമ്പിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങും. പിന്നെ അത് കാണുമ്പോൾ നമുക്ക് തന്നെ പാവം തോന്നും. എന്തെങ്കിലും ആവട്ടെ പോയി കിടന്നോടാൻ പറയും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കൊല്ലം എന്തായാലും ഇച്ചിരി കഷ്ടപ്പെട്ടേ പറ്റൂ. അവനുണ്ട് കഷ്ടപ്പാട്, എനിക്കും ഉണ്ട് കേട്ടോ കഷ്ടപ്പാട്. അപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കണം, വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, എല്ലാം കൊണ്ടും ഈ കൊല്ലം ഇച്ചിരി ടഫാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവൻ്റെ മുറിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്, ഇതിപ്പോൾ മോളുടെ സ്റ്റഡി ടേബിൾ കേട്ടോ. അവളെ കൊണ്ട് എനിക്ക് വലിയ തലവേദനകളൊന്നുമില്ല. അവളുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം പക്കയായിട്ട് തന്നെ ക്ലീൻ ആക്കിക്കോളും. പിന്നെ ഞാൻ ഞങ്ങളുടെ മുറിയൊക്കെ ഒന്ന് ഈ മുറിയിൽ ഞാനും അവളും കൂടിയാണ് കിടക്കണത്. അപ്പോൾ ആ മുറിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അവളുടെ സ്റ്റഡി ടേബിളിലൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ആ മുറിയിലെ പരിപാടികൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അടുത്തത് ഇനി ക്ലീൻ ആക്കാനുള്ളത് ഹോളാണ് കേട്ടോ. അപ്പോൾ ആ ഡൈനിങ് ടേബിൾ ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് കരുതിയാണ്. കപ്പിൽ ഞാൻ എടുത്തേക്കണത് ലൈസോള്, ഹാർപ്പിക്ക്, ഡെറ്റോള്, ലേശം കംഫർട്ട്. അപ്പോൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ശരിക്കും മിക്സ് ചെയ്തെടുത്തേക്കണം കേട്ടോ ഞാനത്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ ഈ ഡൈനിങ് ടേബിളും മുറികളും എല്ലാം ഇത് തന്നെയായിരിക്കും കേട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ ഈ വെള്ളം എടുത്തിട്ട് എല്ലായിടത്തേക്കും തളിക്കുകയാണ്. ഞാനൊക്കെ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എന്തായാലും അകത്ത് ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും ഇപ്പോൾ ചോറും മറ്റും അങ്ങനെ ഒരു പറ്റ് താഴെ ഉണ്ടെങ്കിൽ നമ്മളെ ചെരുപ്പും കൊണ്ട് ചവിട്ടുമ്പോൾ അത് ഓൾറെഡി അവിടെ പതിഞ്ഞ് കിടക്കണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം തുടച്ചത് കൊണ്ടൊന്നും ഇതെന്തായാലും പോരില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരുമയെന്ന് പറഞ്ഞ് നമുക്ക് തുടയ്ക്കാൻ എളുപ്പമുണ്ടാകും. അത് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുകയും ചെയ്തോളും. പിന്നെ എല്ലാ ദിവസവും ഞാൻ തുടയ്ക്കണില്ല. വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും തുടയ്ക്കാറുണ്ട്. അപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ സൈഡിലേക്കാണെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ പല്ലിക്കാട്ടൊക്കെ കട്ട പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ പോകണമെങ്കിൽ എങ്ങനെ വന്നാലും വെള്ളം ഇച്ചിരി ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. തുടയ്ക്കാനും എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. പിന്നെ തുടയ്ക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കസേരകളും സാധനങ്ങളും കിടക്കുന്നത്. പിന്നെ എന്താ ചെയ്യുക, ഇതൊന്നും ഇവിടെ വന്നവർക്ക് ഇരിക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ വേണ്ട ഇവിടെ, നമുക്ക് അതിൽ ഇരിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. പിന്നെ അതൊക്കെ മാറ്റിയിട്ട് തുടയ്ക്കാമെന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ് കേട്ടോ ഇത് സംഭവം. പിന്നെ എല്ലാ ദിവസമൊന്നും ഇല്ല, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ തുടയ്ക്കാൻ നോക്കും കേട്ടോ. 2 പ്രാവശ്യം തുടച്ചാലും ഇവിടെ പല്ലിയുടെ ശല്യം കൂടുതലാണ്. ഇന്ന് തുടങ്ങി കഴിഞ്ഞ് നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എവിടെയെങ്കിലും 2 സ്ഥലത്തെങ്കിലും പല്ലിക്കട്ട കാണാൻ പറ്റും കേട്ടോ. കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും സംഭവം കുറച്ചധികം നേരം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യമല്ല ഞാനീ തുടയ്ക്കണത്, 2ഉം 3ഉം പ്രാവശ്യം ഞാനീ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തുടയിൽ കസേരകളെല്ലാം മാറ്റിയിട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ തുടയിലാണ് അതെല്ലാം കറക്റ്റ് അതാത് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഒരു തുട. പിന്നെ ഞാൻ ഇതിപ്പോൾ അടുക്കളയുടെ ഭാഗത്തേക്ക് ഞാൻ കുറച്ച് ചെയറുകളൊക്കെ അങ്ങടേക്ക് സൈഡാക്കി. പിന്നെ അതൊക്കെ തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് അത് കൊണ്ടുവന്നിടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഭാഗം പിന്നെയും ഒന്നും കൂടി തുടച്ചെടുക്കണമുണ്ട് ഈ പരിപാടി. നമ്മൾ ജോലിക്കൊന്നും പോകണില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ ശരിക്കും ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാ ദിവസവും രാവിലെ അടിക്കണതിന് പകരം നമ്മളൊന്ന് ഓടിച്ച് തുടച്ചെടുത്താൽ തന്നെ മതി. അപ്പോൾ ആ വീടും ക്ലീൻ ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ അതിന് വേണ്ടി തുടയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ദിവസം കണ്ടെത്തണ്ട. ആ അടിക്കുന്ന സമയം തന്നെ മതിയാവും. എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓടിച്ചൊന്ന് തുടച്ചാൽ മതിയില്ല. ഇതിപ്പോൾ ഞാൻ ജോലിക്ക് പോകണാലും ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എനിക്ക് പറ്റും. ചിലപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം. ആ 2 ദിവസം പറ്റണത് വളരെ അപൂർവമായിരിക്കും കേട്ടോ. ഇനിയുള്ള നമ്മൾ കിച്ചണാണ് കേട്ടോ. കിച്ചണിൽ വലിയ കാര്യമായ പണികളൊന്നുമില്ല. കാരണം മിക്കവാറും ദിവസങ്ങൾ രാവിലത്തെ പരിപാടി കഴിയുമ്പോൾ തന്നെ ഞാൻ അടിച്ച് വാരി ഇട്ടേക്കും. കിച്ചൺ മിക്കവാറും എല്ലാ ദിവസവും തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒന്ന് ഓടിച്ചെടുക്കാനേ ഉള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അകത്തിരുന്ന് ചെരുപ്പുണ്ടോ അത് കൈയോടെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ ആ സംഭവം ചിലപ്പോൾ മറന്നു പോകും. അത് ഇട്ട് ഞാൻ ചിലപ്പോൾ അകത്തേക്കും കയറിയെന്ന് വരും. ഞാൻ പുറത്തിങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കാണ്ട. ഇവിടെ ചെതലിൻ്റെ ശല്യമുണ്ട്. വാതിലുമേയൊക്കെ ചെതൽ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് ചെതലിനുള്ള സ്പ്രേ ചെയ്യും.
ആൻറ്റി എൻ്റെ അടുത്ത് പറയട്ടോ ഇത് പഴയ വീടാണല്ലോ 10-30 വർഷം മുമ്പ് പഴക്കമുള്ള വീടാണത്. അപ്പം ഞാനത് മേടിച്ച് റിനോവേഷൻ ചെയ്തെടുക്കായിരുന്നു. അപ്പം അതിൻ്റേതായ പാളിച്ചകളും ഉണ്ട്. അപ്പോൾ ചെറിയ ചതലിൻ്റെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ ചതൽ വരുമ്പോൾ ഞാനതിന് സ്പ്രേ ചെയ്യും. ഇവിടെ ഞാൻ അടിച്ച് വാരൽ കുറവാട്ടോ. ഇതേപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ക്ലീനാക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ചവിട്ടി കയറുന്ന മണ്ണൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് അത് തുടയ്ക്കുമ്പോൾ വെച്ചാൽ അതങ്ങോട്ട് പൊക്കോളും. വെള്ളം ഒഴിച്ചിട്ട് വൈപ്പർ വെച്ചൊന്ന് ക്ലീനാക്കും. പിന്നെ കോലും വെച്ചൊന്ന് തുടയ്ക്കുകയും കൂടി ചെയ്യുമ്പോൾ അതൊന്ന് ഉണങ്ങി ഡ്രൈ ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇത് അകത്തെ പരിപാടിയൊന്നും ചെയ്തെങ്കിലും ഞാൻ മുറ്റത്തെ പരിപാടിയൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മുറ്റടിക്കലൊക്കെ ഇപ്പോഴാണ് നടക്കണത്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് ദേവിയം പോയി കുളിച്ച് വന്നേ കാണും. ഇന്നിപ്പോൾ മോളുടെ സ്കൂളിൽ ടാലൻറ്റ് ഫെസ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഡാൻസുണ്ട്. അപ്പോൾ എന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ സ്കൂളിൽ പോകേണ്ട കാരണമാണ് ഞാനിന്ന് ജോലിക്ക് പോകാതിരുന്നത്. അവിടെ പോയിട്ട് വരുമ്പോൾ കൈമയൊക്കെ നിറച്ച് മഷിയായിരിക്കും. പിന്നെ വന്ന് കുളിച്ച് കൈമേന്ന് മഷിയൊക്കെ കളഞ്ഞ് പോകുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഒരു 12:30 മണിയാകുമ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. നമ്മുടെ സ്വന്തം സ്ഥാപനമാകുമ്പോൾ നമുക്ക് ആരോടും അനുവാദം ചോദിക്കണ്ടല്ലോ. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ മീൻ അവിടെ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീനായപ്പോഴേക്കും ഞാൻ വേഗം റെഡിയായിട്ട് ചോറുണ്ണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി ചോറും സാമ്പാറും മീൻ വറുത്തതും പിന്നെ ഇരുമ്പുളി അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് വേഗം ഞാൻ ചോറുണ്ണാം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. 1:30 ആകുമ്പോഴേക്കും എനിക്ക് മോളുടെ സ്കൂളിൽ എത്തണം. ഇപ്പോൾ കുളി കഴിഞ്ഞത് കൊണ്ട് തന്നെ മുടിമേന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കാരണമാണ് ഞാൻ ആ തോർത്ത് കെട്ടി വെച്ചേക്കണത്. പിന്നെ ചോറിറ്റേ കഴിഞ്ഞിട്ട് അവസാനത്തെ മിനുക്ക് പണിയാണ് ഇപ്പോൾ ഈ കാണിക്കണത്. പിന്നെ ഒട്ടും സമയം കളയാണ്ട് ഞാൻ വേഗം സ്കൂളിലേക്ക് പോയിട്ടാ. അപ്പോൾ ഞാൻ മോളുടെ പരിപാടി കഴിയണവരെ അവിടെ ഇരുന്നോളൂ. മോളുടെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവളോട് വന്നോന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ വന്നില്ല, അവൾ കൂട്ടുകാരുടെ പോകുന്നാളാന്ന് പറഞ്ഞു. ഇതാണ് മോളുടെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.